എനിക്ക് ഏറ്റവും നല്ല എന്താ പറയുക നല്ലൊരു പാട്ട് കിട്ടിയത് അറിഞ്ഞിരുന്നില്ല ഞാൻ ഇങ്ങനെ ഒരു സ്നേഹം. ആ ഒരു പാട്ടാണ്. ആ പാട്ട് പാടിയപ്പോൾ പല ആൾക്കാർക്ക് അറിയില്ലായിരുന്നു ആരാ പാടിയെന്ന് അറിയില്ല. കാരണം ഒന്നാമെന്ന് വെച്ചാൽ ആ സമയത്ത് ഞാൻ ആൽബം മീഡിയയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു പാട്ട് പാടിയപ്പോൾ പല ആളും വേറെ ആരോ പാടിയെന്നൊക്കെയാണ് വിചാരിച്ചത്. അപ്പം അങ്ങനെ ഒരു പാട്ടുണ്ട്, അറിഞ്ഞിരുന്നില്ല ഞാൻ ഇങ്ങനെ ഒരു സ്നേഹം. പാടാം. അറിഞ്ഞിരുന്നില്ല ഞാൻ ഇങ്ങനൊരു സ്നേഹം, അറിയിച്ചതില്ല നീ ഇങ്ങനൊരു സ്നേഹം. അറിഞ്ഞിരുന്നില്ല ഞാൻ ഇങ്ങനൊരു സ്നേഹം, അറിയിച്ചതില്ല നീ ഇങ്ങനൊരു സ്നേഹം. അലിവോടെ തോന്നിയതെല്ലാം അറിയിച്ചതെന്തേ, മറക്കുവാനാണേൽ സഖി നീ പ്രണയിച്ചതെന്തേ. അറിഞ്ഞിരുന്നില്ല ഞാൻ ഇങ്ങനൊരു സ്നേഹം, അറിയിച്ചതില്ല നീ ഇങ്ങനൊരു സ്നേഹം. ഈ ഒരു പാട്ടാണ്. ഇത് പഴയ ആൽബം സോങ് ആണല്ലേ? ഈ ആൽബം സോങ് ഒക്കെ ആക്ച്വലി നമ്മുടെ ചൈൽഡ്ഹുഡിന്റെ ഭയങ്കര ഭാഗമാണല്ലോ. പക്ഷെ എന്താ വെച്ചാൽ അന്ന് നമ്മൾ ഈ സിംഗേഴ്സിനെ അങ്ങനെ ഫോക്കസ് ചെയ്യില്ല. സിംഗേഴ്സ് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ ആൾക്ക് അന്നേരം ഭയങ്കര മടിയായിരുന്നു. വീഡിയോയിലൊക്കെ എനിക്ക് അഭിനയിക്കാൻ അന്ന്. അപ്പൊ ഞാൻ ആ സമയത്ത് പറയും, നിങ്ങൾക്ക് ഒരു പാട്ടെങ്കിലും ചെയ്തുകൂടെ? അന്നേരം മനസ്സിലായി പാട്ട് ആരാ പാടിയത് എന്ന് അറിയണമെങ്കിൽ അവരെ തന്നെ ചെയ്യുമ്പോഴാണല്ലോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുക. ആ പാട്ട് അത്രയും ഇതായിരുന്നു. കാരണം ഒരു കോളേജ് ക്യാമ്പസിലൊക്കെ നല്ലൊരു തരംഗമായ ഒരു പാട്ടാണ്. എല്ലാവരും ഡയലക്ടോണും അതൊക്കെ. പക്ഷെ പാടി ആരാണെന്നുള്ളത് ആർക്കും അറിയില്ലായിരുന്നു ആ സമയത്ത്. പിന്നെ എന്താ പറയാ, ഈ ഒരു ആൽബം മേഖലയിലേക്ക് എന്നെ കൊണ്ടുവന്നത് നമ്മുടെ തൻസീർ കൂത്തുപറമ്പാണ്. അദ്ദേഹത്തിന്റെ കുഞ്ഞുപെങ്ങളുടെ കല്യാണം എന്ന് പറഞ്ഞ ആൽബത്തിലാണ് ഫസ്റ്റ് എന്നൊരു ആക്ടിങ് എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരുന്നത്. എന്നോട് പറഞ്ഞേട്ടാ, എന്നോട് പറഞ്ഞു നിങ്ങളെ കൊണ്ട് എന്തായാലും പറ്റും. ആ രീതിയിൽ ഞാൻ പറഞ്ഞു ഇപ്പൊ ആ ആൽബം 9 വർഷമായി. എല്ലാ വർഷവും ഇറങ്ങുന്ന ഒരു വർക്ക്. എന്തായാലും ഒരു അവസരത്തിൽ തൻസീറിന് ഈ അവസരത്തിൽ നന്ദി പറയാം.